പാലം കടക്കോളം നാരായണ, പാലം കടന്നാൽ കൂരായണ എന്നൊരു പഴഞ്ചൊല്ലുണ്ട്. PS പ്രശാന്തിന് സംഭവിച്ചിരിക്കുന്നത് അതുതന്നെയാണ്. അദ്ദേഹം നേരത്തെ കോൺഗ്രസ് പാർട്ടിയുടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സമുന്നതനായ നേതാവായിരുന്നു. നെടുമങ്ങാട് നിയമസഭാ സീറ്റിൽ നിന്ന് മത്സരിച്ച് തോറ്റതാണ്. പിന്നീട് അദ്ദേഹം CPM എത്തിക്കഴിഞ്ഞപ്പോൾ തന്നെ അദ്ദേഹത്തിന് പാരിതോഷികമായി തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് സ്ഥാനം സർക്കാർ നൽകി, പിണറായി സർക്കാർ കൊടുത്തു. അതിനുശേഷം ഇപ്പോൾ ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ഇദ്ദേഹം കസ്റ്റഡിയിലാകുമ്പോൾ, ഇദ്ദേഹം അറസ്റ്റിലാകുമ്പോൾ ഒരുപാട് ചോദ്യങ്ങളാണ് ഉയരുന്നത്. ഇദ്ദേഹം ആർക്കു വേണ്ടിയാണ് ഇതിൽ ഇടപെട്ടത്? ഇദ്ദേഹത്തെ പ്രസിഡന്റ് ആക്കിക്കൊണ്ട് ആരെങ്കിലും കളിക്കുകയായിരുന്നു? ഇതിൽ മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രന് എന്താണ് പങ്ക്? CPM-ലെ സമുന്നതരായ പല നേതാക്കൾക്കും നേരിട്ട് ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധമുണ്ട് എന്നുള്ള വാദമുയരുമ്പോൾ PS പ്രശാന്ത് പിടിയിലാകുമ്പോൾ PS പ്രശാന്തിനെ പൂർണ്ണമായി തള്ളിക്കൊണ്ട്, അതായത് PS പ്രശാന്ത് എന്ന വ്യക്തിയെ അറിയുക പോലുമില്ല എന്ന ഒരു നിലപാടിലേക്കാണ് CPM എത്തുന്നത്. അത് CPM-ന് നിലനിൽക്കാൻ വേണ്ടിയാണ്. CPM-ലെ പല നേതാക്കൾക്കും പിടിച്ചു നിൽക്കുന്നതിനും അല്ലെങ്കിൽ അവർ പിടിയിലാകാതിരിക്കുന്നതിനും വേണ്ടിയാണ് എന്നുള്ള ചില സംശയങ്ങൾ ഉയരുന്നു. നേരത്തെ തന്നെ പല CPM നേതാക്കൾക്കെതിരെയും കണ്ണുകൾ ചെന്നെത്തിയിരുന്നു. SIT അന്വേഷണവുമായി ബന്ധപ്പെട്ട് ഒക്കെ തന്നെ ചില സംഗതികളൊക്കെ തന്നെ SITക്ക് ബോധ്യപ്പെട്ടിരുന്നു. പക്ഷേ അന്ന് ഇടതുപക്ഷം ഭരിക്കുന്നത് കൊണ്ട്, അല്ലെങ്കിൽ പിണറായി വിജയൻ സർക്കാരിന്റെ ആ ഒരു അവസാന കാലഘട്ടമായതുകൊണ്ട് നടപടിയൊന്നും ഉണ്ടായില്ല, അറസ്റ്റ് ഉണ്ടായില്ല. പക്ഷേ ഇപ്പോൾ ഇത് രാഷ്ട്രീയ പ്രേരിതമായ അറസ്റ്റ് അല്ല എന്നാണ് CPM പറയുന്നത്. അതായത് PS പ്രശാന്തിന് പാർട്ടിയുമായിട്ടോ പാർട്ടി സംവിധാനവുമായിട്ടോ പാർട്ടി പ്രവർത്തകരുമായിട്ടോ അല്ലെങ്കിൽ പാർട്ടി നേതാക്കളുമായിട്ടോ ഒന്നും ഒരു തരത്തിലുള്ള ബന്ധവുമില്ല. ഇത് PS പ്രശാന്ത് തന്നെ നടത്തിയ കൊള്ളയാണ് എന്നുള്ള ഒരു കാര്യമാണ് CPM ഇപ്പോൾ വ്യക്തമാക്കുന്നത്. അതായത് പ്രശാന്തിനെ പൂർണ്ണമായി തള്ളിയിരിക്കുകയാണ് CPM. ഈ കൊള്ള നടക്കുന്നത് വരെ, അല്ലെങ്കിൽ അതിനു മുൻപും ഒക്കെ തന്നെ, ഇയാൾ പാർട്ടിയിൽ ചേരുന്ന സമയത്തൊക്കെ തന്നെ ഇയാൾ മഹാനായിരുന്നു. ഇയാൾ നല്ല സ്വഭാവശുദ്ധിയും നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു പൊതുപ്രവർത്തകനായിരുന്നു CPM-ന്. അതുകൊണ്ട് അദ്ദേഹത്തെ ദേവസ്വം ബോർഡിന്റെ ചുമതല ഏൽപ്പിച്ചു. അതിനുശേഷം ഈ വിവാദങ്ങളും പ്രശ്നങ്ങളും കൊള്ളയും തട്ടിപ്പും ഒക്കെ ഉണ്ടായതിനു ശേഷം CPM-ന്റെ ആളെയല്ല പ്രശാന്ത് എന്ന് വരുത്തി തീർക്കാനാണ് CPM ശ്രമിക്കുന്നത്. ഇതേ അവസ്ഥയാണ് നേരത്തെ A പത്മകുമാറിനും ഉണ്ടായത്. അദ്ദേഹത്തെ ആദ്യം പാർട്ടി തള്ളിയില്ല, അദ്ദേഹത്തെ പുറത്താക്കിയില്ല. തുടർന്ന് അദ്ദേഹം ഇതിൽ പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചു എന്ന് മനസ്സിലായതിനു ശേഷം അദ്ദേഹത്തെ ഏതാണ്ട് സമ്പൂർണ്ണമായി തള്ളുന്ന ഒരു നിലപാടിലേക്കാണ് CPM എത്തിയത്. പ്രശാന്തിനെ CPM പൂർണ്ണമായി കൈവിട്ട അവസ്ഥയിലാണ് എന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. അറസ്റ്റിന് പിന്നാലെയുള്ള നേതാക്കളുടെ പ്രതികരണങ്ങളാണ് ഇത് വ്യക്തമാക്കുന്നത്. നേരത്തെ A പത്മകുമാറിന്റെ അറസ്റ്റിന് പിന്നാലെ വ്യക്തമായ നടപടികളിലേക്ക് പാർട്ടി കടക്കാത്തതിൽ കൈപൊള്ളിയ അനുഭവമാണ് ഇത്തരമൊരു നിലപാടിന് കാരണം എന്ന് കരുതുന്നു. പത്മകുമാറിനെതിരെ നടപടി സ്വീകരിക്കാതിരുന്നത് തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ പാർട്ടിക്ക് വലിയ തിരിച്ചടിയായി എന്നാണ് പാർട്ടി നേതാക്കളുടെ തന്നെ വിലയിരുത്തൽ. തെരഞ്ഞെടുപ്പ് പരാജയം വിലയിരുത്താൻ ചേർന്ന പാർട്ടി കമ്മിറ്റികളിൽ സംസ്ഥാന ജില്ലാ നേതാക്കളെ ഇക്കാര്യമുയർത്തി പാർട്ടി അംഗങ്ങൾ ചോദ്യം ചെയ്യുകയും ചെയ്തിരുന്നു. പ്രശാന്തിന്റെ അറസ്റ്റ് രാഷ്ട്രീയ പ്രേരിതമാണെന്ന വാദം ആദ്യം തള്ളിയത് EP ജയരാജനാണ്. അറസ്റ്റ് രാഷ്ട്രീയ പ്രേരിതമായി കാണുന്നില്ലെന്നും നിയമത്തിന്റെ വഴിക്ക് പോകട്ടെ എന്നുമാണ് അദ്ദേഹം പറഞ്ഞത്. പ്രശാന്ത് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിരുന്നപ്പോൾ ദേവസ്വം മന്ത്രിയായിരുന്ന VN വാസവനും ഇതേ നിലപാടാണ് സ്വീകരിച്ചത്. അറസ്റ്റ് വിഷയത്തിൽ പ്രതികരിക്കാൻ പാർട്ടി ജനറൽ സെക്രട്ടറി MA ബേബി തയ്യാറായതുമില്ല. 10 വർഷം സംസ്ഥാനം ഭരിച്ച ഇടതുപക്ഷ സർക്കാർ നിയമിച്ച 5 ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരിൽ 3 പേർ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായത് പാർട്ടിയെ വലിയ രീതിയിൽ പ്രതിരോധത്തിലാക്കുന്നുണ്ട്. N വാസുവും അതുപോലെ തന്നെ A പത്മകുമാറും PS പ്രശാന്തും, ഈ 3 പേരാണ് ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് കുറ്റാരോപിതരായത്. ശബരിമല വിഷയത്തിൽ കരുതലോടെ നീങ്ങിയില്ലെങ്കിൽ ഇനിയും കടുത്ത തിരിച്ചടി ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്ന് CPM വിലയിരുത്തുന്നു. കോൺഗ്രസിൽ നിന്ന് CPM-ൽ എത്തിയ പ്രശാന്തിന് ഉടൻ തന്നെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് സ്ഥാനം നൽകിയതിൽ പാർട്ടിയിലെ മുതിർന്ന നേതാക്കൾക്കുൾപ്പെടെ നേരത്തെ എതിർപ്പുണ്ടായിരുന്നു. പാർട്ടി മാറി വന്ന ഉടൻ മറ്റാർക്കും ഇത്ര വലിയ സ്ഥാനം നൽകുന്ന രീതി CPM-ൽ ഉണ്ടായിരുന്നില്ല. CPM-ലെ തന്നെ പലരും ഈ ഒരു ദേവസ്വം ബോർഡ് പ്രസിഡന്റ് സ്ഥാനം ആഗ്രഹിച്ച് രംഗത്തെത്തിയിരുന്നു. അന്നേരമാണ് PS പ്രശാന്തിനെ പിടിച്ച് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആക്കുന്നത്. എന്തായാലും PS പ്രശാന്ത്, താങ്കളെ പാർട്ടി തള്ളിപ്പറഞ്ഞിരിക്കുന്നു, താങ്കളെ ഒഴിവാക്കിയിരിക്കുന്നു. താങ്കളെ രക്ഷിച്ചെടുക്കാൻ ഇനി താങ്കൾ മാത്രമേയുള്ളൂ എന്ന യാഥാർത്ഥ്യം താങ്കൾ ഒന്ന് തിരിച്ചറിയുക. ഈ പാർട്ടി ഇങ്ങനെയാണ്. ഈ പാർട്ടിയെക്കുറിച്ച് നിങ്ങൾക്കൊരു ചുക്കും അറിയില്ല. ഈ പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ പാർട്ടിക്ക് അനുകൂലമായ രീതിയിൽ ചിന്തിക്കുന്ന സമയത്തൊക്കെ തന്നെ പാർട്ടി ഒപ്പമുണ്ടാകും. ഏതെങ്കിലും തരത്തിലുള്ള ആരോപണങ്ങളോ ഇതുപോലെയുള്ള സംഭവങ്ങളോ ഉണ്ടായിക്കഴിഞ്ഞാൽ ഞാൻ അവരെയൊന്നും കണ്ടിട്ട് പോലുമില്ല, അല്ലെങ്കിൽ എനിക്ക് അവരെയൊന്നും അറിയില്ല, പാർട്ടിക്ക് അവരുമായി ഒരു ബന്ധവുമില്ല എന്ന് യാതൊരു ഉളുപ്പും ലജ്ജയുമില്ലാതെ CPM പറഞ്ഞു കളയും.